നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അടുത്തിടെ ഡൽഹിയിൽ നിന്നൊരു വാർത്ത ഇങ്ങനെയായിരുന്നു: മാലിന്യത്തിൽ നിന്ന് വിദ്യുച്ഛക്തി ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നു. അതെ, കുപ്പയിലുണ്ടൊരു മാണിക്യം എന്ന പഴമൊഴി അന്വർത്ഥമാവുകയാണിവിടെ. മാലിന്യജന്യ രോഗങ്ങളുടെയും ഊർജ്ജ പ്രതിസന്ധിയുടെയും ഈ കാലത്ത് പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നൂതന പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളുടെ പരിശ്രമങ്ങളും ഈ ദിശയിലേക്ക് തന്നെയാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിന് മറ്റൊരു അധ്യായം കൂടി ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വിധികർത്താക്കൾ ഡോക്ടർ കെ പി കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ ആർ വി ജി മേനോൻ, ശ്രീ ആർ ഹേലി, പ്രൊഫസർ എം കെ പ്രസാദ്, ശ്രീമതി നിർമ്മല സാനു ജോർജ്, ISRO റിട്ടയർഡ് സയന്റിസ്റ്റും ഇൻഫർമേഷൻ കേരള മിഷന്റെ കൊച്ചി കോർഡിനേറ്ററുമായ ശ്രീ സി രാമചന്ദ്രൻ, കൂടാതെ എഴുത്തുകാരിയും സാമൂഹ്യ ശാസ്ത്ര ഗവേഷകയും സംസ്കൃത സർവകലാശാല അധ്യാപികയുമായ ഡോക്ടർ ഷംഷാദ് ഹുസൈൻ. തൃശൂർ ജില്ലയിലെ കൊരട്ടി ഗ്രാമപഞ്ചായത്ത് ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഒന്നാം റൗണ്ടിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയതിന്റെ ഒരു കാരണം അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലീല സുബ്രഹ്മണ്യത്തിന്റെ ചുറുചുറുക്കാർന്ന അവതരണ മികവായിരുന്നു. അതോടൊപ്പം അവർ പ്രധാന പദ്ധതിയായി ഉയർത്തിക്കാണിച്ച ഗാർഹിക മാലിന്യ സംസ്കരണ പദ്ധതിയുടെ വിജയവും പ്രധാന പങ്ക് വഹിച്ചു. നമ്മുടെ ജഡ്ജസ് ഇവരുടെ പദ്ധതികളെ എങ്ങനെ വിലയിരുത്തുന്നു അറിയാം. ഒപ്പം അവരുടെ സമഗ്ര വികസന കാഴ്ചപ്പാടും ചോദിച്ചറിയാം. നമുക്ക് സ്വാഗതം ചെയ്യാം കൊരട്ടി ഗ്രാമപഞ്ചായത്തിനെ ഈ വേദിയിലേക്ക്. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടാതെ ജനപ്രതിനിധികൾ, പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ഗുണഭോക്താക്കൾ എന്നിങ്ങനെ ധാരാളം പേര് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ ജഡ്ജസ് ഒക്കെ അവിടെ വന്നു, എല്ലാം കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം? എന്തായാലും ഞങ്ങളെ കണ്ണു തുറപ്പിക്കുന്ന രീതിയിലാണ് ഓരോ പ്രവർത്തനങ്ങളും കണ്ട്, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ അറിവുകൾ നേടാനും പല പല ഞങ്ങളുടെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കി തരാനും ഈ പ്രത്യേക ജഡ്ജസിന് അവിടെ വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ സന്തോഷവന്മാരാണ്. കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യമുള്ള ഒരു ജനത, അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളേറെ നമ്മളുടെ ഈ കഴിഞ്ഞ ജനകീയാസൂത്രണം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇനിയും നമ്മളുടെ ഇവിടെ നിന്നുള്ള അവാർഡുകളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ലക്ഷ്യങ്ങളാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ച നമ്മുടെ ജൂറിയുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ദൃശ്യങ്ങളിലേക്ക്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ രണ്ടാം റൗണ്ടിൽ പ്രവേശിച്ച കൊരട്ടി ഗ്രാമപഞ്ചായത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഖരമാലിന്യ നിർമ്മാർജ്ജനം, 535 വീടുകളിലേക്കുള്ള ബയോഗ്യാസ് പ്ലാന്റ്, ഉയർന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ ശുദ്ധജല വിതരണം എന്നീ പദ്ധതികളാണ് രണ്ടാം റൗണ്ടിലേക്ക് കൊരട്ടി ഗ്രാമപഞ്ചായത്തിനെ പ്രവേശിപ്പിച്ചത്. ഇവിടെ പദ്ധതികൾ കൂടുതൽ വിശകലനം ചെയ്യാനായി ജൂറി എത്തിയിരിക്കുന്നു. 3 അംഗ ജൂറിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അകത്ത് നടക്കുന്ന ചർച്ച എന്താണെന്ന് നമുക്ക് നോക്കാം. പഞ്ചായത്ത് ഓഫീസിൽ രാവിലെ തന്നെ എത്തിയ ജൂറി അംഗങ്ങൾ പഞ്ചായത്ത് അധികൃതരുമായി സന്ദർശിക്കേണ്ട വിവിധ സ്ഥലങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി. അതിനുശേഷമാണ് ഫീൽഡ് വിസിറ്റ് ആരംഭിച്ചത്. കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാന പദ്ധതിയായ 535 വീടുകളിലുള്ള ബയോഗ്യാസ് പ്ലാന്റ് സന്ദർശിക്കാനാണ് ജഡ്ജസ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതിലൊരു വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഞങ്ങളുടെ വീട്ടിലാണ് 3 പേര്, ഇപ്പം വരുമാനം ഇപ്പം 4 പേര്. പിന്നെ പണിക്കാരുണ്ടോ? എല്ലാവരും കൂട്ടിയിട്ട് എന്നാലും 5 പേര്, അതിൽ കൂടുതലുണ്ടാകാറില്ല. 5 പേരാണ് നമ്മുടെ കണക്ക് പ്രകാരം ഒരു ഫാമിലി യൂണിറ്റ്. അപ്പം 5 പേരുടെ വീട്ടിലുണ്ടാവുന്ന വേസ്റ്റ് ഇതിലിട്ടാൽ ആ വീട്ടിന് ആവശ്യമുള്ള ഗ്യാസ് കിട്ടുന്നുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ. ഇത് ഒരെണ്ണത്തിന് എന്ത് ചെലവാകും? 10,000 രൂപ പഞ്ചായത്ത് മുഴുവൻ കൊടുക്കും? ഇല്ല, 2,200 രൂപ പഞ്ചായത്തിന്റെ സബ്സിഡിയും 2,100 രൂപ ചെയ്യുന്ന ഇംപ്ലിമെന്റിങ് അവരും കൂടി കൊടുക്കുന്നുണ്ട്. ബാലൻസ് വരുന്ന 5,300 രൂപയാണ് ഇവർ കെട്ടേണ്ടി വരുന്നത്. അന്ത്യോദയ ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ക്രെഡിറ്റിൽ കിട്ടുന്ന ഗ്രാന്റാണ്. ഈ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ വിറക് കത്തിക്കാതിരിക്കുകയും പെട്രോൾ, ഡീസൽ മുതലായത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് വിടേണ്ടിയിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ്
വിടുന്നില്ല. അതിന് കിട്ടുന്ന പ്രതിഫലമാണ് അന്ത്യോദയ തരുന്ന ഗ്രാൻഡ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കാർബൺ ക്രെഡിറ്റിൽ നിന്നാണ് കാശ്, അന്ത്യോദയയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതല്ല. അത് കിട്ടും. അല്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മളിവിടെ വിറക് കത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, അന്തരീക്ഷത്തിലേക്ക് ഹരിതഗൃഹവാതകം വീടുന്നത് കൂടി പെങ്ങള് തടയുന്നുണ്ട്. കാണുന്നതാണെങ്കിൽ മെച്ചം എന്താന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂടാ. കൊരട്ടി പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരുന്ന പാത്താണിക്കുന്ന് എന്ന പ്രദേശത്തേക്കായിരുന്നു ജൂറിയുടെ അടുത്ത യാത്ര. ലിഫ്റ്റ് ഇറിഗേഷൻ വഴിയാണ് പഞ്ചായത്ത് ഈ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിരിക്കുന്നത്. കൊരട്ടി പഞ്ചായത്തിന്റെ അതിർത്തിപ്പെട്ട ചാത്തഞ്ചാല് പാടത്ത് കൊണ്ടുവന്ന് അവിടെ നിന്ന് കട്ടപ്പുറത്തേക്ക് പമ്പ് ചെയ്യാണ്. 3 പമ്പിങ് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. കട്ടപ്പുറത്ത് പമ്പ് ചെയ്തിട്ട് പല ഭാഗത്തേക്കും ഏതാണ്ട് വിസ്തൃതി കൊരട്ടി പഞ്ചായത്തിന്റെ ഒരു 75% വിസ്തൃതിയിൽ ഈ വെള്ളം എത്തുന്നുണ്ട്. ഇവിടെ വീട്ടുകാരോടൊന്നും ചോദിക്കാൻ വേണമെങ്കിൽ അല്ല, നമ്മുടെ വീട്ടില് ജനുവരി ആയാൽ വെള്ളം ഉണ്ടാവില്ല. എത്ര കാലം അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ പഞ്ചായത്തിൽ നിവേദനം കൊടുത്തിട്ടാണോ ഈ കൊടുക്കണ്ട? അപ്പൊ ഇപ്പൊ പഞ്ചായത്തിന്റെ വെള്ളം കിട്ടുന്നുണ്ട്. ഒന്നും കൊടുക്കണ്ട, ഒരു പൈസ അടയ്ക്കണ്ട, ഒന്നും വാങ്ങണില്ല. നിങ്ങൾക്ക് ജലക്കരമോ? ജലക്കരം ഇപ്പൊ അവരെടുക്കുന്ന ഹൗസ് കണക്ഷൻ ഉണ്ടെങ്കിൽ അവരെടുക്കുന്ന വെള്ളത്തിന് പൈസ കൊടുത്തോണ്ടിരിക്കും. ആട്ടെ, ഇപ്പൊ ഈ പ്ലാൻ ഇതിന്ന് ഈ ഇറിഗേഷന്റെ വയ്ക്കുന്നത് 1 സെന്റിന് ഇത്രയെന്ന് പറഞ്ഞിട്ട് ഗുണഭോക്തൃ സമിതി വാങ്ങുന്നുണ്ട് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. നമ്മുടെ പ്രശ്നം പഞ്ചായത്തിന് ഒരു കാലത്ത് പണദാരിദ്ര്യം വരുന്നു, പണം മുടക്കാനില്ലാതെയാവുന്നു. അങ്ങനെ വരുമ്പോൾ ഈ വെറുതെ വെള്ളം കൊടുക്കുന്ന സ്കീമെല്ലാം നമ്മൾ നിർത്തേണ്ടി വരും. അതാണ് ആ സ്കീമിനുള്ള സസ്റ്റൈനബിലിറ്റി. എഴുപതോളം നിരാലംബരായ വൃദ്ധജനങ്ങൾ കൊരട്ടി പഞ്ചായത്തിന്റെ ആശ്രയ പദ്ധതിയിലൂടെ ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. ഭവനരഹിതരും ഭൂരഹിതരുമായ വൃദ്ധജനങ്ങൾക്കായി ഇപ്പോൾ 16 മുറികളുള്ള ഒരു ഫ്ളാറ്റ് നിർമ്മിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത്. ഇതാണ് കൊരട്ടിയിലെ മൃഗപരിപാലക ക്ഷീരകർഷക സഹായ ട്രസ്റ്റ്. പഞ്ചായത്തിലെ ഏതാണ്ട് എല്ലാ കാർഷിക വിഭവങ്ങളും ഈ കടയിൽ വിൽപ്പനയ്ക്കായി എത്തുന്നുണ്ട്. അല്ല, ഇതിന്റെ വളരെ കൗതുകകരമായ ഒരു പേരാണ് കൊരട്ടി മൃഗപരിപാലനം. ഈ പഞ്ചായത്തിലെ മൊത്തം കർഷകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണ്. കർഷകർ വെച്ചാൽ അതായത് മൃഗപരിപാലനം, അലങ്കാര മത്സ്യങ്ങൾ, അലങ്കാര പക്ഷികൾ, വളർത്തുമൃഗങ്ങൾ, പച്ചക്കറികൾ, കാർഷികോൽപ്പന്നങ്ങളെല്ലാം. ഉദാഹരണം ഇവിടെ ഡെയിലി 350 പാക്കറ്റ് പാല് വിൽക്കുന്നുണ്ട്. ഒരു പാക്കറ്റ് 500 പാക്കറ്റോളം ചില്ലിംഗ് പ്ലാൻ പോകുന്നത്. ഫ്രഷ് മിൽക്ക് പാക്ക് ചെയ്യണം. അല്ല, അതിന്റെ പ്രോസസ് കാണണമല്ലോ. ഫ്രഷ് മിൽക്ക് ആണ് സാർ. പാക്ക് ചെയ്യണത് എങ്ങനെ? നമ്മൾ കുപ്പിയിൽ കൊടുക്കുന്നതിന് പകരം കവറിലാക്കിയിട്ട് പിന്നെ ഇവിടെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. ഈ നാടൻ കോഴിമുട്ട കൊടുക്കുന്നുണ്ട് സാർ. കോഴിമുട്ട? കോഴിമുട്ട, നാടൻ കോഴിമുട്ട. അത് ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നത് 4 രൂപയ്ക്കാണ്. നമുക്ക് എത്ര ഫാമുകൾ, കോഴി വളർത്തുന്ന കേന്ദ്രങ്ങളുണ്ട് ഇവിടെ? കുറെ ഞങ്ങൾക്ക് ഡെയിലി ഒരു 5 പേര് 6 പേര് 250-300 ഇടയ്ക്ക് മുട്ടയോടെ ഞങ്ങൾക്ക് ചിലവാകും. ആ 200 ഈ പഞ്ചായത്തിലുള്ള എല്ലാ സ്കൂളുകൾക്കും നോൺ ഫീഡിങ്ങിന് വേണ്ടി കൊടുക്കാനുള്ള മുട്ട തരാൻ നിങ്ങൾ തയ്യാറാവോ? കുടുംബശ്രീ ബന്ധപ്പെട്ട പ്രോജക്ട്സ് വരണം. ഡോക്ടർ, ഈ പാല് ഇങ്ങനെ പാക്കറ്റിലാക്കി ഫ്രീ ചെയ്ത് കൊടുക്കുന്നതിന്റെ അല്ല ആ നിലയിലായാൽ ഫ്രോസൺ എന്നാണ് അതിന് പറയാ. അത് കൺസ്യൂമറിന് കൊടുക്കുമ്പോൾ എന്തെങ്കിലും രാസപരമായ മാറ്റമുണ്ടോ, ഇതിലെന്തെങ്കിലും കലർന്നിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള റാൻഡം ഉണ്ടോ? ഇവരെ അതിന് ഫുഡ് ഇൻസ്പെക്ടറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിനെ അപേക്ഷിച്ചിട്ടുണ്ട്. ഇവരെ ലൈസൻസിന്റെ അത് പ്രധാന കാര്യമാണ്. വളരണതിന് കുറെ തടസ്സങ്ങളുണ്ട് സാർ. പഞ്ചായത്തിന്റെ സഹായം കിട്ടുന്നുണ്ടോ? നമുക്കിപ്പോൾ ഇവിടെ പഞ്ചായത്തിന് മുറികളൊന്നുമില്ല. നമുക്ക് മുറി വേണമെങ്കിൽ ഭാവിയിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റാണ് പഞ്ചായത്തിൻ്റെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. പഞ്ചായത്തിലെ കർഷകർക്ക് നമ്മൾ വിൽക്കാനുള്ള നല്ലൊരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ യൂണിറ്റ്. ഇപ്പോൾ ആ തീയിലിട്ട് കൊടുത്തിരിക്കുന്ന സ്ഥലമൊന്ന് കാണാൻ എന്താ മാർഗം? ജൈവ സാധനങ്ങളാണ് തീയിലിട്ട് കൊടുക്കുന്നത്. അതെ. പ്ലാസ്റ്റിക് ഒരു ടീം എത്ര ഭാഗത്തുള്ള ടീം വന്ന് കൊണ്ടുപോകും.
തന്നെ അതിനെ വളമാക്കി മാറ്റി കൊണ്ടുപോകും. ചാരം കർഷകർ തെങ്ങിലേക്ക് ഇടാനായിട്ട് കൊണ്ടുപോകും. ഇതിൽ ഈ പുക ഇങ്ങനെ പോണോണ്ട് അതിന് കംപ്ലൈന്റ് പൊല്യൂഷന്റെ ക്ലിയറൻസ് ഒക്കെ ഉള്ളതാണ്. അവർ പറഞ്ഞ ഇത്ര അടിയാണ്, 50 മീറ്റർ ഉയരത്തിലാണ്. 2005 മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ MP-യുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയിൽ നിർമ്മിച്ചതാണ്. അപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ ഒരു സ്ഥലം പഞ്ചായത്തിൻ്റെ പുറമ്പോക്കല്ലേ, പഞ്ചായത്തിൻ്റെ സ്ഥലം ഇത് നിർമ്മിച്ച് കിട്ടിയപ്പോൾ ഇത് റൺ ചെയ്യുന്നത് പഞ്ചായത്താണ്. ആരോഗ്യകാര്യങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ല, ഗ്ലൗസ് അല്ലാതെ ഇപ്പം നമ്മളൊക്കെ ഇങ്ങോട്ട് വരാൻ പോലും മടിക്കുന്ന തരത്തിലുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ, ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ എന്തെങ്കിലും കാർഡൊക്കെ കൊടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ ഫ്രീ ആയിട്ടുള്ള ചികിത്സ, ഹെൽത്ത് ചെക്കിങ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നടത്തേണ്ടത്. പഞ്ചായത്തിന്റെ ഓൾറെഡി ഫുൾ ടൈം തസ്തികയാണല്ലോ, അത് വിട്ടിട്ട് ഗവൺമെന്റിന്റെ ഇതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ പഞ്ചായത്തിനു കീഴിലുള്ള LP സ്കൂളിലെ വിശേഷങ്ങൾ തിരക്കുവാനും ജൂറി മറന്നില്ല. എത്ര കുട്ടികളുണ്ട് ടീച്ചറെ? 300 കുട്ടികൾ പഠിക്കുന്നു. 300 കുട്ടികൾ. എത്ര ഡിവിഷനായിട്ട്? 2 ഡിവിഷൻ വെച്ചിട്ട്. എത്ര ടീച്ചേഴ്സ് ഉണ്ട്? 11 ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചർ HM. എന്താണ് ടീച്ചറുടെ പേര്? നീന ജോസഫ്. ഇവിടെ ഉച്ചഭക്ഷണം എങ്ങനെയാണ്? ചോറും പിന്നെ നമുക്ക് കിട്ടുന്ന എന്താണ് നമ്മുടെ വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ, നമുക്ക് പയറാണെങ്കിൽ പയറിക്കോടി ഇടാവുന്ന ഏതെങ്കിലും വെജിറ്റബിൾസ് വാങ്ങിക്കും. പരിപ്പാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ സാമ്പാർ ഉണ്ടാക്കും. അത് ഏതാണോ നമുക്ക് സിവിൽ സപ്ലൈയിൽ നിന്ന് കിട്ടുന്നത് കൂട്ടി നമ്മൾ വേറെ അഡീഷണൽ വെജിറ്റബിൾസ് നമ്മൾ ചേർത്താണ് നൽകുന്നത്. മൃഗ സംരക്ഷണ പരിപാലക സഹായ ട്രസ്റ്റ്, അവരുടെ പച്ചക്കറി സ്റ്റാളുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, മുട്ടയുണ്ട്, അവിടെയൊന്നും തരില്ല. അവരുടെ തരികയില്ല എന്ന് ചോദിച്ചാൽ, ഞങ്ങളായിട്ട് ഇപ്പോൾ ഇവര് കൊണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അവർ സൗകര്യത്തിലൂടെ എത്തിച്ചു തരുന്നുണ്ട്. അപ്പൊ നമ്മളത് ഉപയോഗിക്കുന്നു മാത്രം. കുട്ടികളുടെ എണ്ണത്തിൽ ഈ വർഷം അല്പം LP തലത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ നഴ്സറി തലത്തിൽ കൂടിയിട്ടുണ്ട്. നഴ്സറി തലത്തിൽ ഇപ്പൊ 100 കുട്ടികളോളം അധ്യയനം നടത്തുന്നു ഈ വർഷം. കേന്ദ്ര സർക്കാർ പഞ്ചായത്തുകളിലൂടെ നടപ്പിലാക്കുന്ന MSD എന്ന പ്രൊജക്ടിലൂടെ ഒരു ഡയറി ഫാം തുടങ്ങിയ ജെയിംസിന്റെ പശുവളർത്തൽ കേന്ദ്രമായിരുന്നു ജൂറിയുടെ അടുത്ത ലക്ഷ്യം. ഇങ്ങനെ ഒരു MSD പ്രോജക്റ്റ് പഞ്ചായത്തുകളിലൂടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്നു എന്ന് അറിയാമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ വെറ്ററിനറി ഓഫീസറെ സമീപിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനൊരു പരിപാടിയുണ്ട്, ഇതിൽ ഈ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് എന്ത് സഹായം കിട്ടും? എനിക്ക് 1,14,000 രൂപയുടെ സ്കീമായിരുന്നു. അതിൽ 37,500 രൂപ സബ്സിഡി ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. 70% ഇല്ല, അത്രയില്ലല്ലോ. 37,000 രൂപ സബ്സിഡി. ആ സബ്സിഡി നിർണയിച്ചത് ഒരു പശുവിന് ഇത്ര രൂപ എന്ന് വല്ലതാണ്? 5 പശുവിൻ്റെ ഒരു യൂണിറ്റ്. അപ്പോൾ ഇതാണെങ്കിൽ 10 യൂണിറ്റ് ഉണ്ടല്ലോ, 50 പശു എക്സ്പാൻഡ് ചെയ്താണ്. ഇദ്ദേഹത്തിന്റെ ഫാമിൽ ഇപ്പോൾ ഏകദേശം 250ഓളം ലിറ്റർ പാല്, ശുദ്ധമായ പാല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ ഏകദേശം ഒരു 150 ലിറ്ററും കൊരട്ടി പഞ്ചായത്തിൽ തന്നെയാണ് അദ്ദേഹം മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് കൊരട്ടി ടൗണിൽ കണ്ട ആ ഒരു സെയിൽസ് സെന്റർ ഉണ്ടല്ലോ, അവിടെ ഡെയിലി 300 പാക്കറ്റ് ഫ്രഷ് മിൽക്കാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. അതിൽ ഇദ്ദേഹത്തിന്റെ പാലും അവിടെ പോകുന്നുണ്ട്. അതിന്റെ വൈസ് പ്രസിഡന്റും കൂടിയാണ്. ഇപ്പോൾ ശ്രീമതിയും ജെയിംസും ഇയാളും കൂടിയിട്ട് 3 പേരാണ് ഇതിനെ നോട്ടി നടത്തുന്നത്. വേറെ ലേബറേഴ്സ് ഇല്ല. എത്ര പേരുണ്ട്? 2 പേര്. വിജയകരമായി ഇപ്പം എത്ര കൊല്ലമായി നടക്കണം? 3 വർഷമായി നടക്കുന്ന ജെയിംസിന് ഫോളോവേഴ്സ് ആരെങ്കിലും